ഞാൻ 3 വർഷമായിട്ട് തുടങ്ങിയ പണിയാണ്. 3 വർഷമായി. കൂട്ടുകാരോട് കടം വാങ്ങിച്ചും ബാങ്ക് ലോണും ഭാര്യയുടെ സ്വർണം വിറ്റും എല്ലാം നിർമ്മിച്ച് ഇപ്പോൾ 28-ാം തീയതി ആഗസ്റ്റ് 28-ാം കുടികൂടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇതിൻ്റെ പണിയെടുക്കുമ്പോൾ ഇത് കണ്ടത്. സെപ്റ്റിക് ടാങ്കിന് വേണ്ടി JCB ഉപയോഗിച്ച് കുഴിയെടുത്തപ്പോൾ പുതുതായി നിർമ്മിച്ച വീടിനടിയിൽ വലിയ ഗർത്തം. കുറ്റിക്കോൽ പഞ്ചായത്തിലെ ആനക്കൽ ഒറ്റമാവുകാലിലെ K. സദൻ നിർമ്മിച്ച വീടിന് താഴില ഇങ്ങനെ വലിയ ഒരു ഗർത്തമുണ്ടായത്. ബാങ്ക് ലോണും ഭാര്യയുടെ സ്വർണവും ഒക്കെ പണയപ്പെടുത്തിയാണ് 3 വർഷമായി ഈ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം വീട് കുടികൂടണം എന്ന ആഗ്രഹത്തിൽ പണി പൂർത്തിയാക്കാനുള്ളൊരു ശ്രമം. അപ്പോഴാണ് ഈ സെപ്റ്റിക് ടാങ്കിന് വേണ്ടി JCB ഉപയോഗിച്ച് ഒരു കുഴിയെടുത്തത്. കുഴിയെടുത്തപ്പോൾ വലിയ ഗർത്തം അതിനകത്ത് കണ്ടു. അതിൽ പരിശോധിച്ചപ്പോഴാണ് പുതുതായി ഉണ്ടാക്കിയ വീടിൻ്റെ അടിഭാഗത്ത് മുഴുവനും ഇങ്ങനെ ഗർത്തമുണ്ട് എന്ന് മനസ്സിലായത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സദനോട് തന്നെ ചോദിക്കുക. നിങ്ങൾ വീട് നിർമ്മിക്കുന്നു, അതിനുവേണ്ടി ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചപ്പോൾ ആണ് ഈ ഗർത്തം കണ്ടത്. അത് എത്രത്തോളം ഭീകരമാണ് അതിൻ്റെ അകത്ത് പോയി കണ്ടപ്പോൾ ഉള്ള കാഴ്ച? അത് ആദ്യം കാണുമ്പോൾ ചെറിയ നിസ്സാരമായിട്ടേ കണ്ടുള്ളൂ. അപ്പോൾ കുട്ടികളെല്ലാം കളിക്കുന്നതുകൊണ്ട് ഇത് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് മണ്ണെല്ലാം ഒലിച്ചു പോയി. നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു ഏണി വെച്ച് ഇറങ്ങി നോക്കുമ്പോൾ വീട്ടിൽ മൊത്തം ഇരിക്കുന്നത് ഇതിനകത്താണ്. ഞാൻ 3 വർഷമായിട്ട് തുടങ്ങിയ പണിയാണ്. 3 വർഷമായി. കൂട്ടുകാരോട് കടം വാങ്ങിച്ചും ബാങ്ക് ലോണും ഭാര്യയുടെ സ്വർണം വിറ്റും എല്ലാം നിർമ്മിച്ച് ഇപ്പോൾ 28-ാം തീയതി ആഗസ്റ്റ് 28-ാം കുടികൂടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇതിൻ്റെ പണിയെടുക്കുമ്പോൾ ഇത് കണ്ടത്. ഇപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബ സ്വത്തായിരുന്നു, അവിടെയാണ് നിങ്ങൾ വീടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ കുടുംബ വീടുമുണ്ട്. അപ്പോൾ അതിന് താഴ്ഭാഗത്തൊരു ചെറിയ ചാല്. അപ്പോൾ ഈ വെള്ളം ഇതിൽ കൂടി ഒഴുകി പോകുന്നത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിനോ? താഴെ ഒരു കുളമുണ്ട്. അപ്പോൾ ഈ വെള്ളം അതിലോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ വെള്ളം മൊത്തം കുളത്തിലെ വെള്ളം മൊത്തം കലങ്ങിയിട്ട് പോകുന്നുണ്ട്. മണ്ണെല്ലാം അവിടെ പോയി തങ്ങിയിട്ടുണ്ട്. ഇത് അച്ഛൻ തന്ന സ്വത്ത്, അച്ഛൻ്റെ സ്വത്താണ്. മക്കൾക്ക് വീതിച്ച് തന്നപ്പോൾ എനിക്ക് ഇവിടെ തന്നു. അതിൻ്റെ മുകളിലായിട്ട് അനിയനും അതിന് മുകളിൽ പങ്ങൾക്കും. ഈ മോൾ ഭാഗത്തുനിന്ന് പിന്നെ വെള്ളം ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് കൂടി ഒഴുകി പോകുന്നതിനൊരു വഴി ഉണ്ടാവുമായിരിക്കും. വെള്ളം ഒഴുകി പോകുന്ന വഴി അത് തന്നെ ആയി. ഇത് അതിൻ്റെ അകത്ത് വിശാലമായി ഇതാണ്. വീട് മൊത്തം ഇരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. വെള്ളം നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട്. നിങ്ങൾ ഈ കലക്ക് വെള്ളം, ഈ വെള്ളം എവിടെയാണ് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടിരുന്നോ? ഞാൻ ഇവിടുന്ന് വെള്ളം പൈപ്പിൽ വെള്ളം ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ താഴെ പോയി. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും വെള്ളം കുളത്തിൽ കലങ്ങിയിട്ട് പോണേ മൊത്തം. ഇതിൽ നിന്ന് വെള്ളം നേരെ കുളത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. കുളത്തിലേക്ക് മുമ്പ് അതിൽ വെള്ളം മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി പോകുന്നതുണ്ട്, അറിയായിരുന്നു. അപ്പോൾ അത് ഇതിലൂടെ ഒന്നുമില്ല, നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ ഇതിലൂടെ തന്നെ ആയി എന്നുള്ളത് മനസ്സിലായത്. അപ്പം ഇത് ഇനി ഇപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? കളക്ടർ അതുപോലെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? അവരിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പിന്നെ അവരെന്താണ് പറഞ്ഞത്? കളക്ടർ അടുത്ത് ഇത് കൊടുത്തായിരുന്നു. അപ്പോൾ കളക്ടർ കൊടുത്തു, ജിയോളജിയെ കൊടുത്തു, താലൂക്ക് ഓഫീസിൽ കൊടുത്തു. അപ്പോൾ ജിയോളജിയിൽ അവർ വന്നായിരുന്നു. പിന്നെ ഗ്രൗണ്ട് വാട്ടർ അവരും വന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞു അതിന് വേണമെന്ന അത് ഞാൻ ചെയ്യാം. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ജിയോളജിയിൽ അവർ മിനിയാന്ന് പറഞ്ഞു, സോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർ വന്നിട്ട് എന്താ വെച്ചാൽ അത് ചെയ്തിട്ട് എങ്ങനെ താമസിക്കാൻ പറ്റൂല്ല എന്നല്ല അവർ പറയാറിഞ്ഞു. നിങ്ങൾ ഈ മാസം കുടികൂടണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു? അതെ, 28-ന് കുടികൂടണം ആഗ്രഹിച്ച എല്ലാ ഒരുക്കങ്ങളെല്ലാം ആയി. അതിന് പണി മഴ ആയതുകൊണ്ടും വൈറ്റ് വാഷ് അടിക്കാൻ പറ്റില്ല. വൈറ്റ് വാഷ് അടിക്കാനാണ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏകദേശം പണി പൂർത്തിയായത്. ഇപ്പോൾ ഇനി ആളുകളോടൊക്കെ ആയിട്ട് സംസാരിച്ച് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും സ്വഭാവത്തിൽ സഹായം കിട്ടും? വലിയൊരു കടമുണ്ട്, അതുപോലെ തന്നെ സ്വർണം വിറ്റതാണ്, സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങി. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഇതിൻ്റെ അകത്ത് താമസിക്കാനുള്ള ഒരു ധൈര്യമുണ്ടോ? അത് അതിൻ്റെ അകത്ത് ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ അതിലും താമസിക്കൂല. വന്നവരും നോക്കിയവരെല്ലാവരും പറയുന്നത് അതിൽ താമസിക്കണ്ടെന്ന് തന്നെ പറയുന്നത്. ഭാര്യ ഒഴിക്കും ഭാര്യ, ഞാൻ താമസിക്കൂല അതിൽ. അത്രയും ബുദ്ധിമുട്ട്. അത് അതിൻ്റെ കാഴ്ച കണ്ടാൽ അത് മനസ്സിലാവും. വലിയൊരു പ്രതീക്ഷയിൽ നമ്മൾ നിർമ്മിക്കുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ 3 വർഷത്തെ അധ്വാനമുണ്ട്, 3 വർഷത്തെ സ്വപ്നമുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വീട് എന്നൊരു രൂപത്തിലേക്ക് ഇപ്പോൾ മാനസികമായി അങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞോ?
ഇത് തന്നെ മൊത്തം കടത്തിലാണുള്ളത്. പിന്നെ ഞാൻ വേറൊരു വീട് കെട്ടും? പഴയ താമസിക്കുന്ന വീട് തന്നെ ഇടിഞ്ഞു പൊളിയാറായ വീട്. അപ്പോൾ അതിൽ ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അത് എല്ലാം ഫുള്ള് ലീക്കായിട്ട് ചോർന്ന് ഇപ്പോൾ കഴിഞ്ഞ ഇത് ലീക്ക് പ്രൂഫൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ അതിൽ താമസിക്കുന്നുണ്ട്. സർക്കാരിൻ്റെയൊക്കെ സഹായം കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. സർക്കാരിൻ്റെ സഹായം കിട്ടുന്നൊരു പ്രതീക്ഷ, അതന്നെ ഇപ്പോൾ ഒരു പ്രതീക്ഷയുള്ളൂ. കടം മാറണം, പുതിയ വീടെടുക്കണം. അതെ, ഇത് തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല ഉള്ളത്. നമ്മളെല്ലാവരും വലിയ സ്വപ്നം കണ്ടാണ് വീട് നിർമ്മിക്കാറുള്ളത്. അങ്ങനെ 3 വർഷത്തെ സ്വപ്നവും അധ്വാനവും ഒക്കെയാണ് ഈ വീട്. ഒടുവിൽ ഈ മാസം അവസാനം കുടികൂടാം എന്ന് കരുതി അതിൻ്റെ മിനുക്ക് പണിയിലേക്ക് കടന്നപ്പോഴാണ് വീടിനടിയിൽ പൂർണ്ണമായും ഗർത്തമാണ് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ വീട്ടിൽ കയറി താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കടവും ബാങ്ക് ലോണും ഒക്കെ ഉണ്ട്. എന്താണ് ഇനി മുമ്പിലുള്ള വഴി എന്ന് വലിയ പ്രയാസത്തോടെ സങ്കടത്തോടു കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം നെല്ലിക്കട്ടയോടൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.